ഹായ് ഡിയർ ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വീട്ടിൽ തന്നെ എങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാമെന്നാണ്. പോപ്കോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ചോളപ്പൊരി, നമ്മൾ സാധാരണയൊക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഈ സാധനം 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 5 മിനിറ്റ് മാത്രം മതി. അതിനുവേണ്ടി ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഈ ചോളം ഞാനൊരു പാക്കറ്റ് ലുലുന്ന് വാങ്ങിച്ചതാണ്. ഏകദേശം ഒരു 1/2 കിലോൻ്റെ പാക്കറ്റാണ്. ഇതിന് ഞാനിതാ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഒരു കയ്യിൽ ഒരു 3-4 പിടിയാണ് എടുത്തിട്ടുള്ളത്. അത്ര മാത്രമേ നമുക്ക് വേണ്ടൂ. എന്നാൽ തന്നെ ആവശ്യത്തിനധികമുള്ള പോപ്കോൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ 1/2 കിലോൻ്റെ ഒരു പാക്കിന് ഫുള്ളായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 റിയാലിൻ്റെ താഴെയായിട്ടേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ഞാനിപ്പോൾ ഒരു 3-4 പിടിയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ മുമ്പ് 1-2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി വന്നതാണിത്. അപ്പോൾ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിൽ തന്നെ ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു ചൂട് നല്ല കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പാത്രം നന്നായി ചൂടാവണം ആദ്യം. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതായത് ഞാൻ നോർമലി കുക്ക് ചെയ്യുന്ന ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി ചൂടായി വന്ന ഈ പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, നന്നായി ചൂടായ പാത്രത്തിലേക്ക് മാത്രമേ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം എണ്ണയും പെട്ടെന്ന് തന്നെ ചൂടാവും. ഏകദേശം ഒരു 1/2 മിനിറ്റ് കൊണ്ട് തന്നെ. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചോളം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചോളം ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ അതിലെല്ലാം ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 1/2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇതും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മളൊരു ഹൈ ഫ്ലെയിമിലൊരു 1/2 മിനിറ്റ് ചെയ്യുമ്പോഴേക്ക് തന്നെ ചോളം നന്നായി ഒന്ന് ഫ്രൈ ആയി പൊട്ടിത്തുടങ്ങും. അങ്ങനെ പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്കാക്കി പാത്രത്തിൻ്റെ അടപ്പൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത്രയേ പണിയുള്ളൂ. നമ്മളെ ചോളം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പൊട്ടിന്ന് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഫ്ലെയിം ഹൈ ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കുറച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നന്നായി ഒന്ന് ചൂടായി ഇതിങ്ങനെ പൊട്ടേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഫ്ലെയിം ഒന്നുകൂടി കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ചോളം എല്ലാം പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാം പൊട്ടി തീരുന്നത് വരെ പാത്രത്തിൻ്റെ അടപ്പ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. വെരി സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാം. നമ്മുടെ നല്ല മൊരിഞ്ഞിട്ടുള്ള പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോഴുള്ള ആ ഒരു മഞ്ഞളുടെ ആ ഒരു കളറൊക്കെ എല്ലാവർക്കും സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്തുകൊണ്ട് ഉപ്പും പൊട്ടിയെല്ലാം ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള പോപ്കോണാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പാക്ക് ഡ്രൈ പോപ്കോൺ വാങ്ങിയാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കാൻ പറ്റും. ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കായാലും. പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പൊക്കെ ആയി പുറത്ത് പോകുമ്പം എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് പോപ്കോൺ. എല്ലാവരും വാങ്ങി കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.